കേരളത്തിൽ 25 ലക്ഷം പേരെ കാണുവാനില്ല. കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണിത്. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശുദ്ധീകരണ നടപടിയുടെ വിജയമാണ്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കാനുള്ള നിർണായകമായ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. കൃത്യമായ വോട്ടർ പട്ടികയ്ക്കും സുതാര്യമായ ജനാധിപത്യത്തിനും വേണ്ടി കമ്മീഷൻ നടത്തുന്ന ഈ നീക്കത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു നിമിഷമാണിത്. ഇന്ന് വ്യാഴാഴ്ചയോടെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്ത ഫോമുകളിൽ 99.9% ഇതിനോടകം തിരിച്ചു കിട്ടി എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉദ്യോഗസ്ഥരുടെയും ചിട്ടയായ പ്രവർത്തനത്തിന്റെ തെളിവാണ്. 25 ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് കണ്ടെത്താനായില്ല എന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. സ്ഥലത്തില്ലാത്തവർ, താമസം മാറിയവർ, മരണപ്പെട്ടവർ എന്നിവരെ കൃത്യമായി വേർതിരിച്ചെടുക്കാൻ ഈ പരിശോധനയിലൂടെ കമ്മീഷന് സാധിച്ചു. ഫോം പൂരിപ്പിച്ച് നൽകിയ എല്ലാവരും വരാനിരിക്കുന്ന കരട് പട്ടികയിൽ ഉറപ്പായും ഇടം പിടിക്കും. സമയം നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ടെങ്കിലും അതിനായി കാത്തു നിൽക്കാതെ നടപടികൾ പൂർത്തിയാക്കാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ കാലങ്ങളായി കടന്നുകൂടിയിട്ടുള്ള ഇരട്ട വോട്ടുകളും മരണപ്പെട്ടവരുടെ പേരുകളും സ്ഥലം മാറിപ്പോയവരുടെ വിവരങ്ങളും നീക്കം ചെയ്യാനുള്ള കർശനമായ സ്ക്രീനിംഗ് നടന്നു വരികയാണ്. ഇവരെ വീണ്ടും കണ്ടെത്താനായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLA ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം കൂടി കമ്മീഷൻ തേടുന്നുണ്ട്. ഇന്നും കണ്ടെത്താൻ സാധിക്കാത്ത പക്ഷം അവരെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഇത് വോട്ടർ പട്ടികയെ 100% പരിശുദ്ധമാക്കാൻ സഹായിക്കും. ഇനി എന്താണ് സംഭവിക്കുക? ഡിസംബർ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇന്ന് BLA മാർക്ക് അപേക്ഷകൾ ഒരുമിച്ച് നൽകാനുള്ള അനുമതിയുണ്ട്. എന്നാൽ കരട് പട്ടിക വന്നു കഴിഞ്ഞാൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാവും. പിന്നീട് പ്രതിദിനം 10 അപേക്ഷകൾ മാത്രമേ നൽകാനാവൂ. കരട് പട്ടികയിൽ പേര് വന്നിട്ടില്ലാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ASD ലിസ്റ്റ് എന്ന് പറയും. അതിനെ ഇലക്ടറൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും സുതാര്യമായി പ്രസിദ്ധീകരിക്കും. എന്തുകൊണ്ട് പേര് ഒഴിവാക്കി എന്ന കാരണം അവിടെ വ്യക്തമാക്കും. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ പരാതികൾ നൽകാനും തെറ്റുകൾ തിരുത്താനും കമ്മീഷൻ അവസരം നൽകുന്നുണ്ട്. രേഖകൾ അപൂർണമാണെങ്കിൽ ഉദ്യോഗസ്ഥർ നിങ്ങളെ നേരിട്ട് ഹിയറിംഗിന് വിളിക്കും. ജനാധിപത്യത്തിന്റെ ജീവവായു എന്നത് കൃത്യതയുള്ള ഒരു വോട്ടർ പട്ടികയാണ്. 25 ലക്ഷം അപാകതകൾ കണ്ടെത്തി പരിഹരിക്കുന്നത് സുതാര്യമായ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ്. അതുകൊണ്ട് അവസാന ദിവസമായ ഇന്ന് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുക. ഡിസംബർ 23-ന് വരുന്ന കരട് പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ മറക്കരുത്. കൃത്യമായ വിവരങ്ങൾക്കും പരിശോധനയ്ക്കുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.